morning children. The last class we have studied about cartography and cartographer. Today we are going to study about directions. Directions are most important to find the location of a specific place. Sailors, explorers and travelers used a magnetic compass to find directions. Directions എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ലൊക്കേഷനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് directions അത്യാവശ്യമാണ്. Sailors, explorers, travelers used a magnetic compass to find directions. ട്രാവൽ ചെയ്യുന്നവരും സെയിലേഴ്സും എല്ലാവരും ദിശ അറിയാൻ വേണ്ടിയിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്നത് മാഗ്നറ്റിക് കോമ്പസ് ആണ്. ഇറ്റ് ഹാസ് എ നീഡിൽ ദാറ്റ് ഓൾവേസ് പോയിൻറ്റ് ടുവേഴ്സ് ദ നോർത്ത്. ആ മാഗ്നറ്റിക് കോമ്പസിൽ ഒരു നീഡിലുണ്ട്, അത് വന്നിട്ട് നോർത്ത് ഭാഗത്തിനെയാണ് കൂടുതലും പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ലേറ്റർ ദേ സ്റ്റാർട്ടഡ് യൂസിങ് മാപ്സ് ടു നോ ഡിറക്ഷൻസ്. പിന്നീട് അവർ ആ കോമ്പസ് മാഗ്നറ്റിക് കോമ്പസിനെ മാറ്റിയിട്ട് മാപ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി ദിശ അറിയാൻ വേണ്ടിയിട്ട്. മാപ്പിലോട്ട് പോവുകയാണെങ്കിൽ ഓൺ എ മാപ്പ് ദ ടോപ്പ് ഷോസ് ദ നോർത്ത് ഭാഗം ടോപ്പിലായിരിക്കും എപ്പോഴും. ദ ബോട്ടം ഷോസ് സൗത്ത്, താഴ്ഭാഗം സൗത്തിനെ സൂചിപ്പിക്കുന്നു. ആൻഡ് ദ റൈറ്റ് ഷോസ് ഈസ്റ്റ്, റൈറ്റ് ഭാഗം ഈസ്റ്റ് ആയിരിക്കും. ആൻഡ് ദ ലെഫ്റ്റ് ഷോസ് വെസ്റ്റ്. On a map, directions are always shown on the top through a compass rose or a north line. എല്ലാ മാപ്പിലും നമുക്ക് കാണാൻ സാധിക്കും ഡിറക്ഷൻസ് എന്ന് പറയുന്നത് ഒരു കോമ്പസ് റോസ് അല്ലെങ്കിൽ ഒരു നോർത്ത് ലൈൻ അവിടെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദിസ് ഈസ് ദ കോമ്പസ് റോസ് ഓർ ദ നോർത്ത് ലൈൻ ദാറ്റ് ക്യാൻ ബി സീൻ ഓൺ ദ മാപ്പ്. ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ ബിറ്റ്വീൻ പ്ലേസസ് കനോട്ട് ബി ഷോൺ ഓർ ഡ്രോൺ ഓൺ എ മാപ്പ്. അപ്പോൾ മാപ്പിൽ അതിൻ്റെ ആക്ച്വൽ ഡിസ്റ്റൻസ്, യഥാർത്ഥ ഡിസ്റ്റൻസ് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ വരച്ചെടുക്കാൻ കഴിയില്ല. സോ മാപ്പ് ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ദ ആക്ച്വൽ സൈസ്. അതുകൊണ്ട് മാപ്പ് എപ്പോഴും അതിൻ്റെ ആക്ച്വൽ സൈസിനെ കാട്ടിയും സ്മോൾ ആയിരിക്കും. സ്കെയിൽ ഓഫ് എ മാപ്പ് ഷോസ് ദ റെഡ്യൂസ്ഡ് ഡിസ്റ്റൻസ് ഷോൺ ഓൺ ദ മാപ്പ് കമ്പയർഡ് ടു ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ ദ ഗ്രൗണ്ട്. ഒരു മാപ്പിൽ വന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കാണിക്കുന്നത് സ്കെയിൽ ഓഫ് എ മാപ്പാണ്. നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നും മാപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്തതായിട്ട് സ്കെയിൽ ഓഫ് എ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇറ്റ് ഓൾസോ ഷോസ് ഹൗ ഡിസ്റ്റൻസ് ഓൺ ദ മാപ്പ് ആർ റിലേറ്റഡ് ടു ദ ഡിസ്റ്റൻസ് ഓൺ ദ ആക്ച്വൽ ഗ്രൗണ്ട്. അതുകൂടാതെ ആക്ച്വൽ ഡിസ്റ്റൻസ് ഗ്രൗണ്ടിൽ നിന്നും മാപ്പിൻ്റെ ഡിസ്റ്റൻസും തമ്മിലുള്ള എത്രയാണ് അതിൻ്റെ ദൂരം എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ദ സ്കെയിൽ ഈസ് മെൻഷൻഡ് അറ്റ് ദ ബോട്ടം ഓഫ് എ മാപ്പ്. ആ സ്കെയിൽ മാപ്പിൻ്റെ ബോട്ടം ഏറ്റവും താഴ്ഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്കെയിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേസസ്. ഒരു സ്കെയിലിൻ്റെ സഹായത്തോടെ നമുക്ക് പ്ലേസസിൻ്റെ ഡിസ്റ്റൻസ്, ദൂരത്തിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, കണക്കുകൂട്ടാൻ കഴിയും. ഗ്രിഡ് ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓൺ എ മാപ്പ്. ആ മാപ്പിൽ ഇതാണ് ഗ്രിഡ്സ് എന്ന് പറയുന്നത്. മാപ്പിൽ കാണുന്ന ലൈൻസിനെയാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയുന്നത്. ദീസ് ലൈൻസ് ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ്. ഈ ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്നും ലോങ്ങിറ്റ്യൂഡ്സ് എന്നും പറയുന്നത്. യു ക്യാൻ സീ ഗ്രിഡ് ഇൻ ദ പിക്ചർ 2. പിക്ചർ 2 നമുക്ക് ഗ്രിഡിനെ കാണാൻ സാധിക്കും. നെക്സ്റ്റ്, സീ ദ മാപ്പ് ഗീവൺ ഇൻ പിക്ചർ 1. ആ പിക്ചർ 1ൽ തന്നിരിക്കുന്ന മാപ്പിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ലെറ്റ് us ടേക്ക് എ ആൻഡ് ബി ആസ് 2 പ്ലേസസ് ഓൺ ദ മാപ്പ്. ആ പിക്ചറിൽ തന്നിരിക്കുന്ന മാപ്പിൽ എ എന്നും ബി എന്നും 2 പ്ലേസസിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റെഫർ ടു പിക്ചർ 2. നിങ്ങൾ പിക്ചർ 2ലും അതേപോലെ എയും ബിയും കാണുന്നുണ്ടായിരിക്കും. ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ കണക്റ്റിംഗ് പോയിൻറ്റ്സ്. ആ കാണുന്ന പിക്ചറിൽ എയിലും ബിയിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ എയും ബിയും കണക്ട് ചെയ്ത് വരയ്ക്കുക. പ്ലേസ് ദ റൂളർ എലോങ് ദിസ് ലൈൻ ആൻഡ് മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് എ ആൻഡ് ബി. ഒരു റൂളർ വെച്ചിട്ട് ഈ എയുടെയും ബിയുടെയും ദൂരം എത്രയാണെന്ന് അളക്കുക സെൻറ്റിമീറ്ററിൽ. We can see the distance between A and B on the map equal 3 cm. നമുക്ക് ആ എയുടെയും ബിയുടെയും ദൂരം എന്ന് പറയുന്നത് 3 cm ആണ്. The scale of the map is 1 cm equal to 100 kilometer. നമ്മുടെ മാപ്പിൻ്റെ സ്കെയിൽ അനുസരിച്ച് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. ഇതിൽ നമ്മുടെ അളന്നെടുത്തപ്പോൾ ഡിസ്റ്റൻസ് എയുടെയും ബിയുടെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 cm ആണ്. The scale of a map is 1 cm equal to 100 kilometer. അങ്ങനെയാണെങ്കിൽ സോ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ ആക്ച്വൽ ഡിസ്റ്റൻസ് എയുടെയും ബിയുടെയും ഗ്രൗണ്ടോട് ഓൺ ദ ഗ്രൗണ്ട്, അതിൽ എയുടെയും ബിയുടെയും ഡിസ്റ്റൻസ്, ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, യഥാർത്ഥ ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓൺ ദ മാപ്പ് ഇൻറ്റു 100.
അതായത് നമ്മുടെ എയുടെയും ബിയുടെയും മാപ്പിൽ കണ്ട എയുടെയും ബിയുടെയും ഡിസ്റ്റൻസിൻ്റെ കൂടെ 100നെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3 × 100 ഈക്വൽ ടു 300 കിലോമീറ്റർ. Next we are going to study about the colors that we can see on the map. The colors that we see on the maps help us to identify the different physical features. നമ്മൾ മാപ്പിൽ കാണുന്ന the colors that we see on maps help us to identify different physical features. Some standard colors are used to show specific features. നമുക്ക് മാപ്പിൽ പലതരത്തിലുള്ള കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഓരോ ഫിസിക്കൽ ഫീച്ചേഴ്സിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സം സ്റ്റാൻഡേർഡ് കളേഴ്സ് ആർ യൂസ്ഡ് ടു ഷോ സ്പെസിഫിക് ഫീച്ചേഴ്സ്. ചില സ്റ്റാൻഡേർഡ് കളേഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബ്രൗൺ ഈസ് യൂസ്ഡ് ടു ഷോ മൗണ്ടൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ യൂസ് ചെയ്യാറുണ്ട്. ഗ്രീൻ ഈസ് യൂസ്ഡ് ടു ഷോ പ്ലെയിൻസ്. ഗ്രീൻ വന്നിട്ട് പ്ലെയിൻസിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ ഈസ് യൂസ്ഡ് ടു ഷോ വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിനെ സൂചിപ്പിക്കുന്നതിന് ബ്ലൂ കളർ യൂസ് ചെയ്യുന്നു. ലൈറ്റ് ബ്രൗൺ ഈസ് യൂസ്ഡ് ടു ഷോ പ്ലാറ്റ്യൂസ്. ലൈറ്റ് ബ്രൗൺ കളർ പ്ലാറ്റ്യൂസിനെയാണ് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആൻഡ് യെല്ലോ ഈസ് യൂസ്ഡ് ടു ഷോ ഡെസേർട്ട്. യെല്ലോ കളർ ഡെസേർട്ടിനെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. നിങ്ങൾ മാപ്പ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എ മാപ്പ് ഹാസ് ലിമിറ്റഡ് സ്പേസ് ടു ഷോ ഓൾ ദ ഫീച്ചേഴ്സ്. മാപ്പിനെന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് സ്പേസ് മാത്രമേ എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ച് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. വി യൂസ് ഡിഫറെൻറ്റ് സിമ്പിൾസ് ടു ഷോ ദീസ് ഫീച്ചേഴ്സ് ഓൺ എ മാപ്പ്. അത് കാരണം നമുക്ക് മാപ്പിൽ പല സിമ്പിൾസ് നമ്മൾ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്യാറുണ്ട്. ദീസ് സിമ്പിൾസ് സ്റ്റാൻഡ് ഫോർ ഡിഫറെൻറ്റ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് ഫീച്ചേഴ്സ് ഷോൺ ഓൺ എ മാപ്പ്. ഈ സിമ്പിൾസ് നമ്മുടെ ഡിഫറെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ളതും ഹ്യൂമൻ മെയ്ഡ് ഫീച്ചേഴ്സിനെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ദേ ആർ നോൺ ആസ് കൺവെൻഷണൽ സിമ്പിൾസ്. അതിനെയാണ് നമ്മൾ കൺവെൻഷണൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. ടു നോ വാട്ട് ദീസ് കളേഴ്സ് ആൻഡ് സിമ്പിൾസ് സ്റ്റാൻഡ്സ് ഫോർ വി യൂസ് എ മാപ്പ് കീ ഓർ ലെജൻഡ് ഓൺ എ മാപ്പ്. ഈ കളേഴ്സിനും ഈ സിമ്പിൾസും ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാപ്പിൽ മാപ്പ് കീ അല്ലെങ്കിൽ ഒരു ലെജൻഡ് യൂസ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് മാപ്പിൻ്റെ സൈഡിൽ കാണാൻ സാധിക്കും. ദ ലെജൻഡ് ഓർ എ മാപ്പ് കീ ഈസ് ഷോൺ ഇൻ ദ ബോക്സ് അറ്റ് ദ കോർണർ ഓഫ് ദ മാപ്പ്. ഒരു മാപ്പിൻ്റെ കോർണറിലാണ് ഈ മാപ്പ് കീ അല്ലെങ്കിൽ ലെജൻഡ്. ആ പിക്ചറിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിന് ഈ ബോക്സിൽ ഇത് മാപ്പിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മാപ്പ് കീ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എനി മാപ്പ്. ഈ മാപ്പ് കീയുടെ സഹായത്തോടെ നമുക്ക് ഏത് മാപ്പിനെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. ഈ മാപ്പ് കീയിൽ കളേഴ്സിന് ഓരോന്നിനും ഏത് കളേഴ്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നാച്ചുറൽ ഹ്യൂമൻ മെയ്ഡ് സിമ്പിൾസ് കളേഴ്സും സിമ്പിൾസും എല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നുള്ളത് മാപ്പ് കീയിലുണ്ടാവും. ഇതിൻ്റെ സഹായത്തോടെ മാപ്പിനെ നമുക്ക് കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു.